ഈ കാണുന്ന ചെറിയൊരു കപ്പാസിറ്ററാണ് ഈ ടോട്ടൽ മദർ ബോർഡ് ഡെഡ് ആക്കിയിട്ട് നമുക്കത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ CPU-യും പവർ IC വരെ ഹീറ്റിംഗ് കാണിച്ചത്. ഹലോ ഗായ്സ്, അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഫുൾ ഷോർട്ടാണ്. അതായത് മദർ ബോർഡ് നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഇവിടെ ഈ റീഡിങ്ങിൽ ഇപ്പോൾ DC ഓൺ ആണ്. ഞാൻ DC കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ നോർമൽ റീഡിങ് കാണിക്കുന്നുള്ളൂ. ഫോണ് നോർമൽ കണ്ടീഷനാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഫോണ് നമ്മളിവിടെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ മനസ്സിലാവും ഹൈ ആംപിയർ കയറുന്നുണ്ട്. അതായത് നമ്മുടെ ആഫ്റ്റർ ട്രിഗറിന് ശേഷമാണ് ഫോൺ ഷോർട്ട് ആകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് തെർമൽ ക്യാമറ നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പല സ്പോട്ടിലായിട്ട് നമുക്കത് ഹീറ്റ് കാണിക്കും. അതായത് ചെറിയൊരു പോർഷനിൽ മാത്രമല്ല, നമുക്ക് കപ്പാസിറ്റർ ഷോർട്ട് ഉണ്ടാകും, അതേപോലെ IC ഷോർട്ട് ഉണ്ടാകും, ചിലപ്പോൾ CPU വരെ നമുക്ക് ഹീറ്റായിട്ട് കാണിക്കും. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഞാൻ തെർമൽ ക്യാമറ വെച്ച് കാണിച്ചു തരാം. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് തെർമൽ ക്യാമറ നിർബന്ധമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിനുള്ള കാരണം കാണിച്ചു തരാം. ജസ്റ്റ് ഡിവൈസ് ബൂട്ട് ചെയ്യുന്നുണ്ട്. സൗണ്ട് ബൂട്ട് ചെയ്തു. ഇതിനെക്കൂടെ നോക്കിയാൽ കാണാൻ പറ്റും DC-യിൽ ഹൈ ആംപിയർ എടുക്കുന്നുണ്ട്. ഇവിടെ തെർമൽ ക്യാമറ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഇത് നമ്മുടെ CPU ഹീറ്റിംഗ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്താണ് പവർ IC നമുക്ക് ഹീറ്റിംഗ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ ഷോർട്ട് വരുന്നത് ഇവിടെ ഈ ഒരു നാൻഡിൻ്റെ അടുത്ത് നമുക്കൊരു കപ്പാസിറ്റർ ഷോർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു കപ്പാസിറ്റർ, അതായത് നിങ്ങൾക്കൂടെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു കപ്പാസിറ്റർ, അതായത് ഈ ഒരു പോർഷനിൽ വരുന്ന ഈ ഒരു ഫസ്റ്റ് വരുന്ന കപ്പാസിറ്റർ ഷോർട്ട് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മദർ ബോർഡ് ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്രയും ഹീറ്റിംഗ് നമുക്ക് കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ പവർ IC ഹീറ്റിംഗ് കാണിക്കുന്നുണ്ട്, അതേപോലെ ഇതിൻ്റെ CPU-യും ഹീറ്റിംഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കണ്ടാൽ മനസ്സിലാവും, ഇതാണ് കപ്പാസിറ്റർ. അപ്പോൾ ഈ ഒരു ചെറിയ കപ്പാസിറ്റർ കൊണ്ടാണ് നമുക്കിതിൻ്റെ CPU-യും അതേപോലെ നമുക്ക് പവർ IC വരെ നമുക്കിതിൽ ഹീറ്റിംഗ് കാണിച്ചത്, ഈ ചെറിയൊരു സാധനം കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത് തെർമൽ ക്യാമറ നമുക്ക് സർവീസിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്.